Hi viewers, welcome back to Mayuri's Art and Craft channel. അപ്പോൾ നേരത്തെ ഇട്ട ഹെയർ ക്ലിപ്പിൻ്റെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് ഇതേപോലെ കളർഫുൾ ആയിട്ടുള്ള ഹെയർ ബാൻഡാണ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ നേരത്തെ ചെയ്തു വെച്ച വേറെ ഒരു പീച്ച് ആൻഡ് പിങ്ക് കളറിലുള്ള ഹെയർ ബാൻഡാണിത്. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു വൈറ്റ് കളർ ഹെയർ ബോ ആണ് എടുത്തേക്കുന്നത്. പിന്നെ ഒരു ഫെൽറ്റ് ക്ലോത്ത് വേണം. ഞാൻ 3x7 സെൻറ്റിമീറ്ററിലാണ് ഇതിൻ്റെ മെഷർമെൻറ്റ്. അപ്പോൾ നിങ്ങൾക്കത് മെഷർ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലിപ്പിൻ്റെ വലുപ്പത്തിനനുസരിച്ച് എടുക്കാം. പിന്നെ ഇതേപോലത്തെ ഫ്ലവേഴ്സാണ് ഞാനിന്ന് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ ഇന്നത്തെ വീഡിയോയിൽ ഞാനിത് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നതായിരിക്കും എങ്ങനെ അത് ഉണ്ടാക്കുന്നതെന്ന്. പിന്നെ ഇതിൻ്റെ സ്റ്റേമൻസ് വേണം നടുക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഇടയ്ക്കിടയ്ക്കൊക്കെ നമുക്ക് അലങ്കരിക്കാം. പിന്നെ ഇതുപോലത്തെ ലീവ്സും, ചെറിയ ലീവ്സും അതുപോലെ വലിയ ലീവ്സും വേണം. അപ്പോൾ ബ്ലൂ കളറിൽ ഞാൻ ഈ ചെറിയ ലീവ്സിൻ്റെ ഷേപ്പ് ബ്ലൂ കളർ റിബൺ വെച്ചും ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വൈറ്റ് ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് 4 സെൻറ്റിമീറ്റർ സൈസിലുള്ള ഒരു റിബണാണ് എടുക്കുന്നത്. അപ്പോൾ ഈ സാറ്റിൻ റിബൺ സ്ക്വയർ ഷേപ്പിൽ നിങ്ങൾ കട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഏത് വലുപ്പത്തിലുള്ളതാണെങ്കിലും അതിനെ ഒന്ന് മടക്കിയിട്ട്, കോണായിട്ട് മടക്കിയിട്ട് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. അതായത് അതിൻ്റെ എല്ലാ സൈഡും ഒരേ ലെങ്ത് ആയിരിക്കണം. ഓക്കെ, ഇനി നടുക്കൂടെ നമ്മൾ നേരെ നടുക്കൂടെ മടക്കുക, ഒന്നും കൂടെ ഒന്ന് ഫോൾഡ് ചെയ്യുക. അപ്പോൾ 2 തവണ നമ്മൾ ഫോൾഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് പിൻ ചെയ്യുക. പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതേപോലെ 4 ലൈൻസ് നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ സെൻറ്ററിൽ കൂടി. കണ്ടില്ലേ? ഇനി നമ്മളൊരു നീഡിലും ത്രെഡും കൂടെ എടുക്കുക. അത് കുരുത്തെടുത്തതിന് ശേഷം ഈ നടുക്ക് കാണുന്ന ആ പോയിന്റിൽ നിന്നും അതിൻ്റെ ഏതെങ്കിലും അടുത്ത നെക്സ്റ്റ് സൈഡിലുള്ള സെൻറ്ററിലേക്ക് നമ്മൾ ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. റണ്ണിങ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഡയമണ്ട് ഷേപ്പിലാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. വളരെ ഈസിയാണ് ചെയ്യാൻ. അപ്പോൾ അത് ബുദ്ധിമുട്ടുള്ളവർക്ക് വേറൊരു ട്രിക്കുണ്ട്. അതായത് ആദ്യം നമ്മൾ മടക്കി പോലെ മടക്കിയിട്ട് ഈ ഓപ്പൺ എൻഡ് ഉണ്ടല്ലോ, ഓപ്പൺ എൻഡ് നമ്മൾ താഴേക്ക് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ടൊന്ന് പിൻ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ആ കറക്റ്റ് ചെയ്യേണ്ട, ആ സ്റ്റിച്ചിങ് ചെയ്യേണ്ട ആ ഒരു ഷേപ്പ്, ഡയമണ്ട് ഷേപ്പ് നമ്മൾ അതിനകത്ത് കിട്ടും. അപ്പോൾ ആ ഒരു ലൈനിൽ കൂടി നമുക്ക് പെട്ടെന്നൊന്ന് റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓക്കെ, നമ്മളെല്ലാം ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മുടെ നടുക്ക് തള്ളവിരൽ വെച്ചിട്ട് ഒന്ന് വലിച്ചെടുക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഈ ത്രെഡ് നന്നായിട്ട് വലിച്ചെടുത്തതിന് ശേഷം നമുക്ക് പെറ്റലിൻ്റെ എല്ലാം ഷേപ്പ്, 4 പെറ്റലിൻ്റെ ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഒത്തിരി ടൈറ്റ് ആക്കാതെ നോക്കുക. അതിനുശേഷം ഇത് തിരിച്ചു വെച്ചിട്ട് ബാക്ക് സൈഡിൽ ഇതേപോലെ ഒരു കെട്ടിടുക. 1-2 കെട്ടിടാം, ഒത്തിരി ടൈറ്റായിട്ട് വേണ്ട. അതിനുശേഷം അത് കട്ട് ചെയ്തെടുക്കുക. ഇനി അതിൻ്റെ ബാക്ക് സൈഡ് നമ്മൾ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് ഉരുക്കിയെടുക്കണം. അത് പിന്നെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ എല്ലാ ഫ്ലവേഴ്സും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാച്ചിങ് കളേഴ്സ്, ഇപ്പോൾ സിംഗിൾ കളറോ അല്ലെങ്കിൽ വെറൈറ്റി ആയിട്ടുള്ള മാച്ചിങ് കളേഴ്സൊക്കെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫ്ലവർ. വളരെ ഈസിയാണ് ചെയ്തെടുക്കാനായിട്ട്. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ നമ്മുടെ ഒരു ഫ്ലവർ റെഡിയായി കഴിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഈസിയാണ്, നിങ്ങൾക്കെല്ലാം മനസ്സിലായി കാണും. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ വെക്കാനുള്ള സാധനം കൂടെ വെച്ച് കഴിഞ്ഞാൽ ഓരോ ഫ്ലവറും റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ വേണ്ടി ഞാൻ യെല്ലോ കളറിലുള്ള ബീഡ്സ് ആണ് വെക്കുന്നത്. നേരത്തെ ഞാൻ കാണിച്ചു തന്നിരുന്നു, ഗ്ലാസ് ബീഡ്സ് ആണ്. അത് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് വെക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ കുറച്ച് ഹോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് വിതറിയിട്ട് കൊടുത്താൽ മതിയാവും. ഒരു 3-4 ഒക്കെ മതിയാവും. പൂവിൻ്റെ വലുപ്പത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഈ സ്റ്റേമിൻ്റെ അല്ലെങ്കിൽ സെൻറ്ററിൽ വയ്ക്കുന്ന ബീഡ്സിൻ്റെ നമ്പർ കൂട്ടി കൊടുക്കാം. ചെറിയ ഫ്ലവറിന് ഒരു 3 എണ്ണം ഒക്കെ മതിയാവും. ഓക്കെ, അതിനുശേഷം ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുക. കറക്റ്റായിട്ടൊന്ന് അറേഞ്ച് ചെയ്തതിന് ശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം. ഓക്കെ, ചെയ്യുന്നതിന് മുൻപ് ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ എൻ്റെ ബാക്ക് സൈഡ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഉരുക്കിയെടുക്കേണ്ടി വരും. ഇനി നമുക്ക് ആ ചെറിയ ലീഫ് ഉണ്ടല്ലോ, അതായത് ഗ്രീൻ കളർ ലീഫ് ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ അതിൻ്റെ കൂട്ടത്തിൽ
സൈഡിൽ വെക്കാൻ വേണ്ടിയിട്ട് ബ്ലൂ കളറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതൊരു 2x5 സെൻറ്റിമീറ്റർ സൈസിലുള്ള മെഷർമെൻറ്റിലുള്ള ഒരെണ്ണമാണ്. അപ്പോൾ ഞാൻ ഇത് അറിയാത്തവർ കഴിഞ്ഞ പ്രീവിയസ് വീഡിയോ ഒന്ന് നോക്കുക. അതായത് ഹെയർ ക്ലിപ്പിൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് ക്ലിയർ ആയിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് അതിനകത്ത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഈ ബ്ലൂ കളർ ലീവ്സും ഉണ്ടാക്കിയെടുക്കാം. അതിന് ശേഷം ലാസ്റ്റിൽ നമ്മളത് കട്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒന്ന് ഉരുക്കിയിട്ട് ഫിക്സ് ചെയ്ത് വെക്കുക. കണ്ടില്ലേ? അപ്പോൾ നമ്മുടെ ബ്ലൂ കളറിലുള്ള ലീവ്സ് റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വലിയ ലീവ്സ്, ഞാൻ ആദ്യം കാണിച്ച വലിയ ലീവ്സാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഒലിവ് ഗ്രീൻ കളറിലുള്ള ഒരു സാറ്റൻ റിബണാണ് എടുത്തേക്കുന്നത്. ഇത് 2.5x4 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഒരു നമ്മുടെ റോസ് ഫ്ലവറിൻ്റെയൊക്കെ ലീവ്സ് കട്ട് ചെയ്യുന്ന പോലത്തെ ഒരു കട്ടിങ്ങാണ്. അതായത് സൈഡ് വൈസ് നമ്മൾ ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം ഒരു ലീഫിൻ്റെ ഷേപ്പ് കട്ട് ചെയ്തെടുക്കണം ഇതേപോലെ. അപ്പോൾ ഞാൻ ക്രേപ്പ് പേപ്പർ ഫ്ലവേഴ്സ് കാണിച്ചിരുന്ന വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അതേപോലെ തന്നെയാണ് ഇതിൻ്റെ കട്ടിങ് എല്ലാം വരുന്നത്. പിന്നെ ഒരേ ഒരു ഡിഫറൻസ് എന്ന് വെച്ചാൽ നമ്മളിത് ഉരുക്കിയെടുക്കുക, സൈഡൊക്കെ ഉരുക്കിയെടുക്കുക എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ കട്ടിങ്ങും അതെല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ അത് കാണാത്തവർ ആ വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി ഇത് നമ്മൾ നടുക്കൂടെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ഉരുക്കിയെടുക്കുക. അപ്പോൾ നമുക്ക് നടുക്കൂടെ ആ ഒരു വെയിൻ ഷേപ്പ് കിട്ടും. അപ്പോൾ ഈ അതിൻ്റെ ആ ലീഫിൻ്റെയൊക്കെ നടുക്കൂടെയുള്ള വെയിൻസ് ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ഉരുക്കിയെടുക്കുന്നത്. ഇനി നമുക്ക് സൈഡിലുള്ള ആ കട്ടിങ് ഉണ്ടല്ലോ, ലീവ്സിൻ്റെ ചെറിയ ചെറിയ കട്ടിങ്സ്, അങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് റഫായിട്ടൊന്ന് കട്ട് ചെയ്താൽ മതി. എന്നിട്ട് ഉരുക്കിയെടുക്കുമ്പോൾ കണ്ടില്ലേ, ഇതേപോലെ നമ്മൾ നല്ല ഭംഗിയിൽ അതിൻ്റെ ഷേപ്പ് കിട്ടും. ആ സൈഡിലുള്ള ഷേപ്പൊക്കെ കറക്റ്റായിട്ട് കിട്ടും. കണ്ടില്ലേ, ഇപ്പോൾ കറക്റ്റ് ഒരു ലീഫിൻ്റെ ഒരു ഭംഗി വന്നിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ അത് ചരിച്ചു വെച്ച് ഇതേപോലെ സൈഡിലുള്ള വെയിൻസും നമുക്ക് ഇതേപോലെ ഉരുക്കിയിട്ട് എടുക്കാം. ഒട്ടിപ്പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പെട്ടെന്ന് തന്നെ നമ്മളൊന്ന് പ്രസ് ചെയ്തെടുക്കുക. തീയിലൊന്ന് കാണിച്ചിട്ട് പെട്ടെന്ന് പ്രസ് ചെയ്തെടുക്കുക. അങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കുക. കണ്ടില്ലേ? അപ്പോൾ സൈഡിലുള്ള ആ വെയിൻസ് നമുക്ക് കിട്ടി, സെൻറ്ററിലുള്ള വെയിനും കിട്ടി. അപ്പോൾ ഇതേപോലെ നമ്മുടെ വലിയ ലീവ്സ് റെഡിയാക്കി എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണോ അതിനനുസരിച്ച് ഉണ്ടാക്കാം. കണ്ടില്ല? അപ്പോൾ നമ്മുടെ എല്ലാ റോ മെറ്റീരിയൽസും റെഡിയായി കഴിഞ്ഞിരിക്കുന്നുണ്ട്. ഇനി ഇത് നമ്മൾ ആ ഫെൽറ്റ് ക്ലോത്തിൽ ഇതേപോലെ ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഞാൻ അത് കുറച്ച് ടൈം എടുക്കുന്നതുകൊണ്ട് ആ വീഡിയോ സ്കിപ്പ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആ ഫ്ലവേഴ്സ് എല്ലാം കൂടെ ഞാൻ ആദ്യം കാണിച്ച ആ ഫെൽറ്റ് ക്ലോത്തിലേക്ക് നമ്മൾ ഇതേപോലെ ഒട്ടിച്ചെടുത്തിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ആദ്യം കാണിച്ച ആ സ്റ്റേമൻസ് ഉണ്ടല്ലോ, അതും കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ബ്ലൂ കളറിലുള്ള ലീവ്സ് സൈഡിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒട്ടിക്കാൻ വളരെ എളുപ്പമാണ്. ഹോട്ട് ഗ്ലൂ ഉപയോഗിച്ചിട്ട് നമുക്ക്, അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്താലും മതി. അതിലേക്ക് നമുക്ക് ഒത്തിരി ഗ്യാപ്പ് ഒന്നും വരാത്ത രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുക ഇതേപോലെ. കണ്ടില്ലേ? ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ ആ വലിയ ലീവ്സ് ഉണ്ടല്ലോ, അപ്പം ഞാൻ 2 എണ്ണം വെച്ചിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വലിയ ഒട്ടിച്ചെടുത്തേക്കുന്ന ആ വലിയ ലീഫിൻ്റെ മുകളിലേക്ക് കുറച്ച് ഹോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതിൻ്റെ 2 സൈഡിലേക്കും ഞാൻ വെച്ച് കൊടുക്കാൻ പോവുകയാണ്. ഇതേപോലെ. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും നമുക്ക് കുറച്ച് ആ 2 ലീവ്സും കൂടെ വെച്ച് കൊടുക്കാം. ഇപ്പം നിങ്ങൾക്ക് ചുറ്റും ലീവ്സ് വെക്കണം, ഈ വലിയ ലീവ്സ് വെക്കണമെങ്കിൽ അങ്ങനെയും വെച്ച് കൊടുക്കാം. അപ്പോൾ ഗ്രീൻ കളറിൽ തന്നെ ലീവ്സ് വേണമെന്നൊന്നുമില്ല. മാച്ചിങ് കളേഴ്സ് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കണ്ടില്ലേ? നല്ല ട്രെൻഡി ആയിട്ടുള്ള ഒരു ഹെയർ ബാൻഡാണ്, ഹെയർ ബോയ് ആണ്. നിങ്ങൾക്ക് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാം. അതുപോലെ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ഏറ്റവും നല്ല ഒരു ഐറ്റമാണിത്. ഇത് അധിക സമയമൊന്നും വേണ്ട നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ. കുറച്ച് ക്ഷമയുണ്ടായാൽ, അതുപോലെ ഇൻട്രസ്റ്റ് ഉണ്ടായാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു കാര്യമാണിത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു സൈഡ് നമ്മൾ ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് നമ്മുടെ ഹെയർ ബോയിലേക്ക് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതേപോലെ ഒരു ഫെൽറ്റ് ക്ലോത്ത് അതേ സൈസിൽ നമ്മൾ ഒരു പീസും കൂടെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ സൈഡും ഒന്ന് കേർവ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബാക്ക് സൈഡിൽ ഒന്നും കൂടെ ഫിക്സ് ചെയ്ത് കൊടുക്കുക. അതോടുകൂടി നമ്മുടെ ഈ ഹെയർ ബോ കംപ്ലീറ്റ് ആയി കഴിയുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ഒട്ടിയിരിക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഇളകിപ്പോകാനോ അല്ലെങ്കിൽ വിട്ടുപോകാനൊക്കെ ചാൻസ് ഉള്ളതുകൊണ്ടാണ് ഇതിൻ്റെ ബാക്ക് സൈഡിൽ കൂടി നമ്മളൊന്നും കൂടെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത്. കണ്ടില്ലേ? ഇതേപോലെ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസ് കാണാനായിട്ട് കാത്തിരിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.